നാട്ടിലിറങ്ങുന്ന വന്യജീവികൾ ഒരു ആവശ്യം അവർക്ക് ഭക്ഷണവും വെള്ളവും കിട്ടാത്തതാണ്. അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അല്ലാതെ വേറെ എൻജോയ്മെന്റിനല്ല വരുന്നത്. നാട്ടിൽ വരുന്ന അവർക്കൊരു ഡിസ്റ്റർബൻസ് ആണ്, നമുക്ക് അതിലേറെ ഡിസ്റ്റർബൻസ് ആണ്. അത് കുറയ്ക്കാനുള്ള കർമ്മ പദ്ധതി സർക്കാർ വിദഗ്ധ തലത്തിൽ ആലോചിച്ചപ്പോൾ ഒരു 9 ഇനം പരിപാടികൾ നടത്തിയിട്ട് അതിൽപ്പെട്ട ഒന്നാണിത്. സർക്കാരിന് ചെലവില്ലാത്തത്. വിത്തൂട്ട് എന്ന് പറയുന്നത് പല വൃക്ഷങ്ങളുടെ വിത്തുകൾ വെച്ചിട്ടുള്ള ബോൾസ് കാട്ടിലെറിയ പല സ്ഥലത്തും അങ്ങനെ എറിയുന്നതിലെല്ലാം ഉണ്ടാവണമെന്നില്ല, പലതരത്തിൽ നഷ്ടപ്പെടാം. 1% ഉണ്ടായാലും തന്നെ അതൊരു വിജയമായിട്ട് കണക്കാക്കാം. പല സ്ഥലങ്ങളിൽ എറിയുന്നു, അത് ഉണ്ടായി വരുമ്പോൾ ഫലവൃക്ഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ വിവിധ ജീവികൾക്ക് ഭക്ഷിക്കാനുള്ള ഒരു അവസരമായി മാറുന്നു. അതുമൂലം നാട്ടിലേക്ക് ഭക്ഷണത്തിൻ്റെ കുറവ് പരിഹരിക്കപ്പെടുന്നു, നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം കുറയ്ക്കുന്നു. അങ്ങനെ ഒരു പർപ്പസാണ്. മറ്റ് പദ്ധതികളുണ്ട്, മറ്റ് ചിലവ് സോളാർ ഫെൻസിങ്, അതുപോലെ പല പദ്ധതികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണിത്, വന്യജീവി സംഘർഷം കുറയ്ക്കാനായിട്ട്. അതിൽ ഭാഗഭാഗമാക്കാൻ കൂടിയാണ് നിങ്ങളെ ഇന്ന് ക്ഷണിച്ചിരിക്കുന്നത്. നിങ്ങൾ ട്രക്കിങ്ങിന് പോകുന്നത് ചൂരത്തല എന്ന് പറയുന്ന ഒരു വാട്ടർഫാളിലേക്കാണ് പോകുന്നത്. കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉദ്ദേശിച്ച് ഒരു 2.5 കിലോമീറ്ററുള്ള ഒരു സഞ്ചാരമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വൺ സൈഡാണ് 2.5 കിലോമീറ്റർ. അപ്പോൾ പോകുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് പോകണം. പിന്നെ കാലാവസ്ഥ മഴയുള്ള ഒരു കാലാവസ്ഥയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും വളരെ എൻജോയ്മെൻ്റ് ആയിട്ട് വേണം പോകാനായിട്ട്. അതേസമയം വലിയ ബഹളങ്ങളില്ലാണ്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇതാണ് എനിക്ക് പൊതുവെ പറയാനുള്ളത്. നിങ്ങളെ ലീഡ് ചെയ്യാനായിട്ട് നമുക്ക് 2 വാച്ചർമാരുണ്ട്. അവരുടെ നിർദ്ദേശം അനുസരിച്ച് വേണം പോകാനായിട്ട്. പിന്നെ ചൂരത്തല വാട്ടർഫാൾ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ഇറങ്ങുന്ന ഭാഗത്ത് വിറകുതോട് എന്ന് പറഞ്ഞ ഭാഗത്ത് എത്തുമ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ വിത്തുകൾ എറിയുന്ന സീഡ് ബോൾ എറിയുന്ന പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ റിസർവോയറിൻ്റെ സൈഡിൽ കുറച്ച് മുളം തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു പദ്ധതിയും കൂടി ഇന്ന് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ ഇതാണ് പൊതുവായി പറയാനുള്ളത്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിമ്മിനിയിലാണ്. ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി. See the beauty of nature. ഇത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. കാട്ടിലെ ബ്യൂട്ടിഫുൾ സ്പോട്ട്. വാട്ടർഫാൾ, വൈൽഡ് വാട്ടർഫാൾ. കട്ടിയിലടിച്ചതാണ്. അതെ, നമ്മളുണ്ടല്ലോ ചിമ്മിനിയിലാണ് നിൽക്കുന്നത്. ചിമ്മിനി കാടിന്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ 2.5 കിലോമീറ്ററോളം നടന്നിട്ടാണ് കഴിക്കുമ്പോൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക്. ഈ വെള്ളച്ചാട്ടത്തിനേക്കാളും വളരെ ഭംഗിയുള്ള ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു. ബാക്ക് സൈഡ് കടിക്കും. ഇടയിലാണ് ഗൈസ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റില്ല. ഈ ട്രക്കിംഗ് സ്പെഷ്യൽ പാക്കേജ് എടുത്താൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. സൂപ്പറാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് ഇങ്ങോട്ട് വരണം. ഓക്കെ ഗൈസ്, നമ്മുടെ വഴികാട്ടിയായി നമ്മുടെ കൂടെയുള്ളത് അപ്പുറത്തൊരു കടുവ, ഒരു നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് വനപാലകൻ മിസ്റ്റർ രാഹുൽ. So guys, come to Chimney and feel nature. നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണത്. ഇതിനായിട്ട് തന്നെ ആൾക്കാർ വെള്ളച്ചാട്ടത്തിന് ടൈം ആകുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇത് കറക്റ്റ് വിടാനായിട്ട്. നമുക്ക് ഇതിൻ്റെ പാക്കേജ് വരുന്ന വെച്ചാൽ മിനിമം ടിക്കറ്റ് ഒരു 600 രൂപയാണ്. അതിൽ 3 പേർക്ക് വരെ ആവാം. പിന്നെ വരുന്ന അഡീഷണൽ വരുന്നവർക്കൊക്കെ 200 രൂപ വെച്ച് ടിക്കറ്റ് എടുക്കേണ്ടി വരും. ആനപ്പുലി കാണാനായിട്ട് അതൊക്കെ നമ്മുടെ ഭാഗ്യം വലിക്കുക. ആനയൊക്കെ ഉണ്ട്, പുലി, അത് നമ്മുടെ ഭാഗ്യം വലിക്കാൻ നമ്മൾ സൈലന്റ് ആയി വരുന്നതനുസരിച്ച് നമുക്ക് കാണാനൊക്കെ ഭാഗ്യം കൂടുതലായിരിക്കും. പിന്നെ നമ്മള് ഈ ക്യാമ്പ് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സൈലന്റ് ഉണ്ട്, കൂടുതൽ ഇങ്ങനെ ഉണ്ടാവാറില്ല. വലിയ പിള്ളേരായി കഴിഞ്ഞാൽ ഒച്ചയും ബഹളമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഭാഗ്യം ദൈവത്തിന്റെ കയ്യിലാണ്. അല്ല അതല്ല, ചേട്ടൻ മുമ്പിലായിട്ടല്ല, ഞങ്ങളായിരുന്നു ഏറ്റവും അല്ല ബാക്കില്. അതുകൊണ്ട് കാട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൈലന്റ് ആണ് കൂടുതലും വേണ്ടത്. കാരണം ഒച്ച വേണം കാര്യമൊന്നും പാടില്ല. ഒരു വയലറ്റ് കോട്ടിട്ടൊരു മഞ്ഞ ഇതൊന്നും ബാധിക്കാതെ നമുക്കിവിടെ കാണാം. സോള് വളരെ മിസ്സിംഗ് ഫീൽഡിലാണ് ഗൈസ്. എന്തോ നഷ്ടപ്പെട്ട എന്തോ പോലെ കണ്ടിന്യൂ സൈലന്റ് ആയിട്ടിരിക്കണം. സൈലന്റ് ആയിട്ടാണ് കൂടുതലും. നമുക്ക് കാടിനെ ആസ്വദിക്കാനായിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ അതിന്റെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ട്? ഇല്ല, ഇന്നവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ കണ്ടിട്ട് അടുത്ത് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പുള്ളിപ്പുലിനെയും കണ്ടിട്ടുണ്ട്. ഗൈഡ് കൊടുത്ത്
ജസ്റ്റ് കൊണ്ട് ഒരു ബർത്ത് കണ്ടിട്ടുണ്ട്. വരുമ്പോ എന്ത് ചെയ്യാ ഇവര്? അല്ല നമ്മളങ്ങനെ ചെക്കിങ് ഇല്ല വെച്ചോണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഓടിപ്പോയി ചെയ്യാം. പാക്കേജ് എത്ര പാക്കേജ്? അത് 600 രൂപയാണ് പെർ ഹെഡ്. അല്ലല്ല, ഒരു ടിക്കറ്റില് 600 രൂപ, മിനിമം 3 പേരില്. അഡീഷണൽ വരുന്നവർക്ക് 200 രൂപ വെച്ച്. ഫുഡും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതില്, നിങ്ങൾ കൊണ്ടുവരുന്നതല്ല. ഇതിനകത്ത് തന്നെ 2 തരം ഇതില്ലേ ട്രക്കിംഗ്, ആംഫി ട്രക്കിംഗ് ഉണ്ട്. അത് അതായത് 5 കിലോമീറ്റർ, 600 രൂപ 8 ഒരാൾക്ക്. കിലോമീറ്റർ, 8 12 കിലോമീറ്റർ. കിലോമീറ്റർ. അതിൽ വെച്ചാൽ കൊട്ടവഞ്ചിയിൽ കൊണ്ട് പോയിട്ടുള്ളതാണ്. അതിൽ വെച്ച് കഴിഞ്ഞാൽ 6 പേരെങ്കിലും മിനിമം വേണം. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് വെക്കണം, അതിൽ 10 പേര്. അതിൽ നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഉച്ചയ്ക്ക് ലഞ്ചുണ്ട്. 1000 രൂപയാണ് വരുന്നത് പാക്കേജ്. അതിൽ 10 പേരിലാവണം. അതിപ്പോൾ നിങ്ങൾ 5 ആളുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 5 ആളാകുമ്പോൾ നിങ്ങൾ അറിയിക്കും. അപ്പോൾ അങ്ങനെ 10 ആളായ കൊണ്ടുപോകും. ഓക്കെ ഗായ്സ്, Guys, നിങ്ങളൊന്ന് കാണുക. നമ്മള് നേരത്തെ കണ്ടത് മുകളിൽ നിന്നുള്ള ദിവസവും തരൂല. നമ്മള് നേരത്തെ കണ്ടത് സൈഡ് വ്യൂ ആണ്. ഇത് നമ്മള് താഴെ നിന്നുള്ള വ്യൂ ആണ്. Guys, പൊളിയാണ് guys. Come on. ഇലപൊഴിയും കാടുകളാണ്. നിങ്ങൾ വന്നത് പലതരത്തിലുള്ള കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ വർഷക്കാലം ആയതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റിയ അത്തരത്തിലുള്ള മരങ്ങൾ ഇവിടെ ധാരാളം ഉണ്ട്. ഇവിടെ ഇല കൊഴിയുന്ന മരങ്ങളാണ് ധാരാളമായിട്ട് കാണപ്പെടുന്നത്. ഇരുള്, അതുപോലെ മരുത് പോലെയുള്ള മരങ്ങളാണുള്ളത്. വേനൽക്കാലത്ത് വരികയാണെങ്കിൽ ആ വ്യത്യാസം വ്യക്തമായിട്ട് തിരിച്ചറിയാം. അപ്പോൾ അവിടെയാണ് നമ്മൾ എറിയുന്ന ഒരു സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പേര് വിറകുതോട് എന്നാണ് പിന്നെ പറയാം, വിറകുതോട്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ എറിയുന്നത്. എല്ലാവരും കിട്ടിയില്ലേ? നമ്മൾ ആ ഭാഗത്തേക്കാണ് എറിയുന്നത്. എല്ലാവരും ഒന്നിച്ച് എറിയണ്ട, കുറച്ചായിട്ട് എറിയാം. നിരന്നുണ്ട് കേട്ടോ. എല്ലാവരും കയ്യിൽ എടുത്ത് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതൊരു ഭംഗിയിലൊരു ഫോട്ടോ എടുക്കാവുന്നതാണ്. റൗണ്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഫോട്ടോ എടുക്കാവുന്നതാണ്. കഴിയുന്നെങ്കിൽ കിട്ടുന്നുണ്ട്. യെസ്.